അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചില ആളുകൾ പ്രയാസം അങ്ങേയറ്റമുണ്ടായിട്ടും അദ്ദേഹം ദീനിനു വേണ്ടി പോരാടുന്നത് കണ്ടപ്പോൾ ചില ആളുകൾ ചോദിച്ചു, എപ്പോഴാണ് നിങ്ങൾ വിശ്രമിക്കാൻ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരു മുഅ്മിൻ അവൻ വിശ്രമിക്കുന്നത് അവന്റെ വലതുകാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസത്തിലാണ്. അന്നാണ് അവന്റെ വിശ്രമം ആരംഭിക്കുന്നത്. അതുവരെ വിശ്രമമില്ലാത്ത പണിയാണ്. ആ വിശ്രമം ആരംഭിക്കുന്നത് ഈ വാക്കോടുകൂടിയാണ്, ഞാനിതാ നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു പറയും റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, അള്ളാഹുവിന് വേണ്ടിയാണ് അവർ ജനങ്ങളിൽ പലരുടെയും കോപം വാങ്ങിച്ചു വെച്ചത്, ജനങ്ങളിൽ പലരുടെയും വെറുപ്പ് അവർ സമ്പാദിച്ചത് റബ്ബിന് വേണ്ടിയാണ്. അവർ ഹലാൽ മാത്രം ജീവിതത്തിൽ സ്വീകരിച്ചപ്പോൾ അവരോട് വെറുപ്പ് കാണിച്ച പല ആളുകളുമുണ്ട്. ചിലപ്പോൾ അവന്റെ വീട്ടിൽ തന്നെ, ചിലപ്പോൾ അവന്റെ ഭാര്യ തന്നെയായിരിക്കാം. അവൻ അള്ളാഹുവിന്റെ ദീൻ ജീവിതത്തിൽ പുലർത്തിയപ്പോൾ അവനുമായി അകൽച്ച കാണിച്ച എത്രയോ കുടുംബക്കാരുണ്ട്, അയൽവാസികളുണ്ട്, അവന്റെ പരിചയക്കാരുണ്ട്, അവനുമായി അടുത്ത ബന്ധം പാലിച്ചിരുന്ന കൂട്ടുകാരുണ്ട്. പക്ഷേ അവരിൽ പലരും അവന്റെ അടുക്കൽ നിന്ന് അകന്നു പോകാൻ കാരണമായത് അവൻ അള്ളാഹുവിന്റെ തൃപ്തി അന്വേഷിച്ചതാണ്. എത്ര ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ പറഞ്ഞതുപോലെ, ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ ഗരീബൻ ഫതൂബാ ലിൽ ഗുറബാ. ഇസ്ലാം ആരംഭിച്ചത് അപരിചിതമായാണ്. ചിന്തിച്ചിട്ടുണ്ടോ ആ വാക്കിനെ കുറിച്ച് നിങ്ങൾ? ബദഅൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം അപരിചിതമായാണ് ആരംഭിച്ചത്. എന്താണ് ഈ അപരിചിതത്വം എന്ന് പറഞ്ഞാൽ, മക്കയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോകും. അവരിങ്ങനെ വിരലുകൾ കൊണ്ട് ചൂണ്ടിക്കൊണ്ട് പറയും, നബിയാണെന്ന് പറയുന്നവനാണ് നടന്നു പോകുന്നത്, നബിയാണത്രേ. നമ്മളാരും കേൾക്കാത്ത വർത്തമാനമാണ് ഈ പറയുന്നത്. ആലോചിച്ചു നോക്കുക, അങ്ങനെ നടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആളുകൾ അവരെ ചൂണ്ടിക്കൊണ്ട് അവർ പറയും, പുതിയ മതക്കാരനാണ്, സാബിയാണ്, നമുക്കൊന്നും പരിചയമില്ലാത്ത ദീനെടുത്തവനാണ്. അവന്റെ നാട്ടിലുള്ളവർ അവനെ പരിചയമില്ലാത്തതുപോലെയാണ് പെരുമാറുന്നത്, അവന്റെ വീട്ടിലുള്ളവർ പോലും അവനോട് പെരുമാറുന്നത് അങ്ങനെയാണ്. ഇതാണ് ബദഅൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം അപരിചിതമായാണ് ആരംഭിച്ചത്. വസയഊദു ഗരീബൻ, അത് അപരിചിതമായ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. ദീൻ ജീവിതത്തിൽ പാലിക്കുന്നത് എന്തോ അത്ഭുതകരമായ കാര്യമായ ആളുകൾ കാണുന്ന അവസ്ഥയുണ്ടാകും.